ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. റോമലേഖനം 6-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. പൗലോസ് റോമസഭയോട് പറയുകയാണ്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് നിങ്ങൾ സ്വതന്ത്രരായിരുന്നു. പാപത്തിനകത്ത് നിന്നപ്പോൾ നീതിയില്ലല്ലോ. നീതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട. നീതി എന്താണ് നീതിയിലൂടെ ലഭിക്കുന്നതെന്ന് അവർക്ക് അറിയണ്ട. അത് സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിനകത്തായിരുന്നു. റോമസഭയോട് പറയുന്നത്, പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മോടും പറയുക, നമ്മളൊരു സമയത്ത് പാപത്തിനകത്തായിരുന്നെങ്കിൽ നമുക്ക് നീതിയെ സംബന്ധിച്ച് നമുക്ക് സ്വാതന്ത്ര്യമായിരുന്നു. എന്നാൽ അടുത്ത ഭാഗം പറയുകയാണ്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പോൾ പാപത്തിനകത്ത് നിന്നപ്പോൾ ലഭിച്ചത് ഇപ്പോൾ ഒന്ന് ഓർത്താൽ, അതിനെ പറയുകയാണ്, ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്താൽ ലജ്ജയല്ലാതെ വേറൊന്നുമില്ല, നാണക്കേടല്ലാതെ വേറൊന്നുമില്ല, എടുത്തു പറയാൻ പറ്റുന്ന ഫലം ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ പാപത്തിൽ നിന്ന് വിട്ടിട്ട് നീതിയിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ പറയുകയാണ്, അങ്ങനെ ആയിത്തീർന്നപ്പോൾ അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. 23-ാമത്തെ വാക്യം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിൽ നിന്നപ്പോൾ നമ്മൾ മരണത്തിനകത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ നീതിയിലോട്ട് വന്നപ്പോൾ നിത്യജീവനിലേക്കായി. പാപത്തിൽ നിന്നപ്പോൾ ഇപ്പോൾ ചിന്തിച്ചാൽ അത് ലജ്ജയായിരുന്നു. എന്നാൽ നീതിയിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് നിത്യജീവനായിട്ട് തന്നെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മെ വിളിച്ചു കൊണ്ടുവന്ന ദൈവം നമ്മെ എന്താക്കി വെച്ചിരിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഈ നിത്യജീവന് വേണ്ടി നിലനിന്ന് ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവ വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.